ലോകത്ത് ദൈവം തന്ന ഏറ്റവും നല്ല ഗിഫ്റ്റുകളിൽ ഒത്തിരി ഗിഫ്റ്റുകളുണ്ട്. ഒരു വലിയ ഗിഫ്റ്റാണ് മാനസാന്തരം എന്നത്. ദൈവം തന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റിലൊന്നാണ്. അത് പരിശുദ്ധാത്മാവ് ചെയ്യിപ്പിക്കുന്നതാണ്. നമുക്കൊരു മാനസാന്തരം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പാപത്തിന് കാരണമായ ആ കാരണത്തെ വേരോടെ നമ്മൾ പിഴുതു കളയുക എന്നതാണ് മാനസാന്തരം എന്ന വിഷയത്തിലൂടെ സംഭവിക്കുന്നത്. അത് എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും ഉണ്ടാകേണ്ടതാണ്. ഒന്ന്, ഐഡന്റിഫൈ ചെയ്യുക. രണ്ട്, പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുക. മൂന്നാമത്തെ, അതിനെ ബ്രേക്ക് ചെയ്യുക, ആ ശാപത്തെ ബ്രേക്ക് ചെയ്യുക. പ്രാർത്ഥനയും ഉപവാസവും. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ആവർത്തിക്കപ്പെടുന്ന ഡിലേകൾ, പരാജയങ്ങൾ തുടരെ ഉണ്ടെന്ന് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചാൽ, നിങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത മേഖലയുടെ മുമ്പിൽ ഇപ്പോൾ തന്നെ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത 72 മണിക്കൂർ, അടുത്ത 3 ദിവസം ഒരു ഫാസ്റ്റിങ്ങിലേക്ക് പോകാൻ ഒരു പ്രവാചകൻ എന്ന നിലയിൽ നിങ്ങളോട് ആഹ്വാനം ചെയ്യും. പ്രാർത്ഥനയിലേക്കും ഉപവാസത്തിലേക്കും പോകും. അടുത്ത 3 ദിവസം പ്രാർത്ഥന യാഗപീഠം തിരിച്ചു കൊണ്ടുവരുന്നതാണ്. ദൈവം സംസാരിക്കാൻ ഇറങ്ങി വരുന്നതാണ്. പ്രാർത്ഥന എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ദൈവത്തോട് കുറെ കാര്യങ്ങൾ പറയുന്നത് മാത്രമല്ല, ഒരു പൗരോഹിത്യ ദൗത്യം, ആ പ്രീസ്റ്റ്ഹുഡിലേക്ക് ഒരാൾ മാറുമ്പോഴാണ് പ്രാർത്ഥന കയറി വരുന്നത്. എന്നാൽ ആ വലിയ മിഷനിലേക്ക് നിങ്ങളെ ദൈവം വിടുന്നതിന്റെ ലക്ഷണമാണ് ആ പ്രാർത്ഥന നിങ്ങൾക്ക് തോന്നുന്നത്. എത്ര വലിയ ശാപം നിങ്ങളുടെ മാനസാന്തരത്തിനും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും മുമ്പിൽ തകർന്നു പോകാനുള്ളതേ ഉള്ളൂ. കാരണം അതിനേക്കാൾ വലുതാണ് യേശുവിന്റെ രക്തവും യേശുവിന്റെ നാമവും അതിനേക്കാൾ വലുതാണ്.